മേയാൽക്കു തൂ ആ ജായേ തൂ ബേട്ട് രഹേ. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇങ്ങനെയാണ് എടുക്കണം കേട്ടോ. ഇങ്ങനെയാണ് എടുക്കണത്. പിന്നെ ഞാൻ എന്താ വെച്ചാൽ ഇന്ന് ഡെലിവറിൻ്റെ നമ്മൾ പോണതും ഓർഡർ അടിക്കണതും നമ്മൾ കൊണ്ടുപോയി കൊടുക്കണതും ക്യാഷ് എത്ര വരുന്നതും അങ്ങനെ ഒന്ന് ഓടിയിട്ട് ഒന്ന് സെറ്റാക്കാനുള്ള പരിപാടിയാണ്. അപ്പം നേരം വെളുത്ത് ഇവിടെ 8:30 ആയി. ഒരു 9-9:30 മിക്കവാറും ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് രാത്രി മാക്സിമം എത്ര വരെ ഓടുന്നുണ്ട് നോക്കട്ടെ. ഹലോ, നമ്മൾ ഇതിന് മുന്നേ വീഡിയോ കണ്ടവർക്കറിയാം, വോൾട്ടാണ് W. അപ്പം വോൾട്ടിൻ്റെ കമ്പനിയിലാണ് ഞാൻ ഓടുന്നത്. അപ്പോൾ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ ഓടുന്നത്. ഞാനിപ്പോൾ ഓട്ടത്തിൻ്റെ തിരക്ക് തന്നെയാണ്. അപ്പോൾ കുഴപ്പമില്ല. നമ്മളിപ്പോൾ രാവിലെ ഒരു നേരത്തെ ഇറങ്ങണം. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ 8 മണി 7 മണി ആ രീതിക്ക് ഇറങ്ങിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ളൂ. ചിലപ്പോൾ 9 മണിക്ക് 10 മണിക്ക് അങ്ങനെ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പം അതിന് മുന്നേ ഇറങ്ങണവരൊക്കെ ഉണ്ട്. ശരിക്കും ഒരു 5 മണിക്ക് അങ്ങനെ വർക്കിന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ തുടങ്ങുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ ഓർഡർ വന്ന് തുടങ്ങും. പിന്നെ രാത്രി 10 മണി 11 മണി 12 മണി വരെയൊക്കെ ഓട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉച്ചക്കൊക്കെ റെസ്റ്റ് എടുത്തിട്ട് അങ്ങനെ ഓടുകയാണെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാം, അങ്ങനെ റിസ്ക് എടുത്ത് ഓടുകയാണെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു 100 യൂറോൻ്റെ മേലെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് എനിക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ട്. എന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ചില ദിവസം ചിലപ്പോൾ മോശമുണ്ട്, ചില ദിവസം ഹൈ ആണ്. ഇപ്പം വെള്ളി ശനി ഞായർ ഓട്ടാണ്. രാവിലെ വരെ വേണമെങ്കിൽ ഓടാം. ഈ രാവിലെ വരെ എന്നും ഓടട്ടോ. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ മാക്ഡൊണാൾഡ്സും KFCയും ഈ ബർഗർ കിങ് അങ്ങനെ കുറേ ഇതുണ്ട്. അത് 24 hours വർക്ക് ചെയ്യണ കുറേ ഉണ്ടല്ലോ. അതിൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ടാൽ നമുക്ക് അങ്ങനെ ഓർഡർ കിട്ടും. അത് കിട്ടുമ്പോൾ നല്ല ഓർഡർ ചെയ്യാറും. കാരണം ഒറ്റ ഓർഡർ തന്നെ പഠിക്കുന്നത് 5 യൂറോൻ്റെ 10 യൂറോൻ്റെ ഓർഡർ ചെയ്യാറും. ഈ 5 യൂറോ 10 യൂറോ എന്ന് പറയുമ്പോൾ നാട്ടിലുള്ള കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, 1 യൂറോ ഓൾമോസ്റ്റ് നാട്ടിലത്തെ 1 യൂറോ ഇപ്പോൾ 97-96 രൂപയാണ് ഇന്ത്യൻ മണി. അപ്പോൾ ഞാനിപ്പം ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ മെനക്കെട്ടിട്ട് ഒരു 120 യൂറോ ഓടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 130 യൂറോ ഓടുകയാണെങ്കിൽ അതിലെനിക്ക് എൻ്റെ കമ്പനിക്ക് കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞാൽ 22 യൂറോ ആണ് ഒരു ദിവസം. ആ 22 വെച്ച് 100 യൂറോൻ്റെ ലെവൽ എനിക്ക് കയ്യിൽ വെക്കാൻ പറ്റും. ഇതുപോലെ ഇവിടുത്തെ ക്ലൈമറ്റാണ് ഇപ്പോൾ പ്രശ്നം പറഞ്ഞാൽ ഇപ്പോൾ മാറേണ്ട സമയമായി തുടങ്ങി. ചൂടിക്ക് പോകണ്ടേ. ഇപ്പോൾ രാവിലെ ഇപ്പോൾ ഇറങ്ങുമ്പോൾ കുറച്ചൊരു വെയിൽ, വൈകുന്നേരം ഒരു 4 മണി വരെ ചെറിയൊരു വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. പക്ഷെ എന്തായാലും തണുപ്പുണ്ട്. ഞാൻ മാസ്ക് പോലത്തെ ഇവിടെയൊക്കെ കെട്ടിയിട്ട് ഒക്കെയാണ് ഓടൽ. അപ്പോഴേ മൈക്ക് കട്ടാവില്ല. മൈക്ക് ഞാൻ റൂമിൽ തന്നെ വെച്ചത് സൗണ്ട് ഇതേക്കാരം. എന്തായാലും ഞാൻ ഇറങ്ങുകയാണ്. സമയം ഇപ്പോൾ തന്നെ 9-9:30 ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളതേ കാണാൻ പറ്റുള്ളൂ. രാവിലെ 5 മണി മുതൽ ഇറങ്ങുകയാണെങ്കിൽ അത്യാവശ്യം ഉണ്ടാവും. എന്തായാലും വണ്ടി റെഡി, ഞാൻ റെഡി, പോയേക്കാം. ബാക്കി നമുക്ക് കാണാം. ചായ എടുക്കാൻ നേരം കിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്നും സാധാരണ ദോശ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കേക്ക് ഉണ്ടാവും, സൗണ്ട് പ്രശ്നം ഉണ്ടാവും, നോയ്സ് ഉണ്ടാവും. മൈക്ക് എടുത്തിട്ടില്ല, മൈക്ക് റൂമിലാണ്. അപ്പം ഇവിടെ 50 യൂറോ അല്ല 50 സെൻറ്റ് എന്ന് പറയും. അതെ 50 പൈസ പറഞ്ഞാൽ കിട്ടുന്ന സാധനമാണ് പാസ്റ്റീജി. നോർമലി പെട്ടെന്ന് നമുക്ക് തിന്നാൻ പറ്റുന്ന സാധനം. ഇത് 50 സെൻറ്റ് മുതൽ 70-80 സെൻറ്റ് ചിക്കൻ പാസ്റ്റീജി എന്നൊക്കെ. ഓക്കെ, ഇവിടെ നിങ്ങൾക്കറിയാം. കഴിച്ചിട്ട് 2 വാങ്ങിക്കും. അപ്പം എനിക്ക് കോഫി അല്ലെങ്കിൽ ചായ, ഇവിടെ കോഫി ഉള്ളതാണ്. കോഫി കുടിച്ച് എനിക്ക് നെഞ്ഞിട്ടാ. അതുകൊണ്ട് ഞാൻ അതിലും വലിയ സാധനം വാങ്ങിക്കുന്നത്. ഏതായാലും നമ്മൾ ഇത് കുടിച്ചിട്ട് തുടങ്ങാൻ പോവാണ്. ഞാൻ റൂമിൽ തന്നെ ഉച്ചയ്ക്ക് ചോറ് തന്നെ വരുള്ളൂ. ചിലപ്പോൾ വരും, ചിലപ്പോൾ 1:30 വരും. ഇതാണ് സാധനം. അപ്പോൾ നമുക്ക് 1:30 ചിക്കനുള്ളിലുണ്ട്. ടേസ്റ്റാട്ടോ. ഫിറോസ് എന്താ പൊട്ടിപ്പാറ നല്ല ടേസ്റ്റാണ്. എരിവില്ല, പുളിയില്ല. നമ്മളെ സമൂസൻ്റെ തന്നെ അല്ലെന്താ പപ്സ് ഇല്ലേ, അതിൻ്റെ ഒരു വശക്ക് വേറെ സാധനം. അപ്പോൾ സമയം ഇപ്പോൾ 9:15 തുടങ്ങട്ടോ. അപ്പോൾ നോക്കി നോക്കാം. നമ്മളിപ്പോൾ ഇതാ ഓണാക്കി. ഇതിപ്പോൾ മൊസീൽ സെൻറ്ററിലുള്ളത് ഇവിടെ ഉണ്ടല്ലേ. ഇവിടെ വലിയൊരു ഇതില്ലല്ലോ കത്തുന്നത്. നമ്മൾ ബൈക്കാണ് നിൽക്കുന്നത്. ഇത് ഞാൻ ഓണാക്കാൻ പോവാണ്. ലൊക്കേറ്റ് ചെയ്യാണ്. ഞാൻ അത് ഓണാക്കുമ്പോൾ ഇനി നമ്മൾ ഹോൾഡ് ചെയ്യാണ്. അപ്പോൾ ബൈക്കിൻ്റെ ചിഹ്നം ബ്ലാക്കായി. അതായത് നമ്മളോട് ഉണ്ട്. ഇത് ഇനി ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ അവിടെ കമ്പനിയിൽ അവിടെ ഓട്ടോമാറ്റിക്കൽ കാണാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഓർഡർ വരുന്നുണ്ട്. അപ്പം ഓർഡർ വലിയൊരു സെറ്റപ്പ് ഇല്ലാന്നാണ് കാണിക്കുന്നത്. ഇതുണ്ടല്ലേ, ലോ ഓർഡറാണ് ഇവിടെ വരുന്നുണ്ട്. വന്നു പെട്ടെന്ന് വരുന്നില്ല. 8 കിലോമീറ്റർ കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഞാൻ ആക്സെപ്റ്റ് ചെയ്യാൻ പോവാണ്. ആക്സെപ്റ്റ് ചെയ്ത്
ഇപ്പം നമ്മൾ ഓർഡർ കിട്ടി, നമ്മളെടുത്ത് തരും. അപ്പം ഇവിടെ കാണിക്കുന്നതാ ഓർഡർ റെഡിയാണ്, കണ്ടോ? ഓർഡർ റെഡിയാണ് കണ്ടു. ഇവിടെ എന്താ ക്യാഷ് ഓൺ ഡെലിവറിയാണ് കാണിക്കുന്നത്. ക്യാഷ് അവിടുന്ന് നമ്മൾ കളക്ട് ചെയ്യണമെന്നാണ് കാണിക്കുന്നത്. കടയിൽ കൊടുക്കണ്ട, കടയ്ക്ക് നമ്മൾ വോൾട്ടിൻ്റെ ടീം തന്നെ കൊടുക്കും, നമ്മൾ കളക്ട് ചെയ്യാം. ഓക്കെ. പിന്നെ ഇതിൽ കാണിക്കുന്നത് കാര്യങ്ങൾ ചേഞ്ച് വേണമെന്നുള്ളത്. ചേഞ്ച് ഒന്നും വേണ്ട, ക്യാഷ് ഓൺ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഡിലേ ആണ് ഓർഡർ, ഇപ്പോൾ തന്നെ ഓർഡർ ഡിലേ ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് പോകാനാണ് പറയുന്നത്. പിന്നെ ഓൾമോസ്റ്റ് എത്ര കിലോമീറ്റർ ചെയ്യാനുണ്ട്? 180 കിലോമീറ്റർ പോകണം. അപ്പോൾ നമ്മൾ പോകേണ്ട ഒരു ചിഹ്നം എവിടേക്കാന്നുള്ളതും കാണിക്കും. ഉണ്ടാവും ഇവിടെയാണ് ഈ പച്ച ചിഹ്നം കാണാം. അത് നമ്മളിവിടെ നിൽക്കുന്നത് ഇങ്ങോട്ടാണ് പോകേണ്ടത്. അതായത് നമുക്ക് കിട്ടിയ ഓർഡർ എന്ന് പറഞ്ഞാൽ ജബൂജിക്കാണ് ഓർഡർ കിട്ടിയത്. അപ്പം അത് നോക്കിയിട്ട് മറ്റാട് പോയി ഇങ്ങനെ പോയാൽ മതി. ചിലപ്പം നമുക്ക് മാപ്പ് ഓൺ ആക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കാം. അപ്പോൾ ഇങ്ങനെ പോകരുത്, കഴിയുന്നതും ഷോർട്ടായിട്ട് പിടിക്കാൻ നോക്കുക. അപ്പോൾ അത്രയും കിലോമീറ്റർ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്കത് കൊടുത്തു നോക്കാം. അപ്പോൾ റോഡ് നിയമങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് പിന്നെ വീഡിയോ ചെയ്യേണ്ടത്. എന്തായാലും ഇപ്പോൾ ഞാൻ അവിടുന്ന് എടുത്ത് പോന്നു. ഒരു 1/2 കിലോമീറ്റർ ഉള്ളതിന് കേട്ടോ. അതാണ് നമ്മുടെ ഷോപ്പ്. അവിടെ പോകണം, കളക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഓടിയിട്ട് ഇവിടെ എത്തി. വൈസൻ്റെ ആപ്പ് കണക്ട് ചെയ്ത് ഇവിടെ എത്തി. ഇതുണ്ടോ ബൈക്ക് നിർത്തിയ ഏരിയ ശ്രദ്ധിച്ചോളൂ. ഇതുണ്ടോ MC എന്ന് എഴുതിയിരിക്കുന്നത്, മോട്ടോർ സൈക്കിൾ. അതിനായിട്ട് ലൈൻ കാരണം വേറെ ഇതുണ്ടാവും. ഈ വെള്ള ലൈന് വൈറ്റ് ലൈനിലാണ് എഴുതിയിരുന്നെങ്കിൽ നമുക്ക് പബ്ലിക്കായിട്ട് ആർക്കും നിർത്താം, സീനില്ല കേട്ടോ. അപ്പോൾ വൈസിൻ്റെ ആപ്പൊക്കെ അങ്ങനെ കണക്ട് ചെയ്ത് കണ്ടില്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ ഓർഡർ വന്ന് നിൽക്കുമ്പോൾ ഇവിടെ കണ്ടോ വൈസിൻ്റെ ആപ്പിൻ്റെ ചിഹ്നം കാണുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അതായത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വൈസിൻ്റെ ആപ്പിക്ക് പോവുകയാണ്. പിന്നെ നമുക്ക് പോയാൽ മതി, അത്രേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഓർഡറിൻ്റെ ഇത് നോക്കാം. ഇപ്പോൾ ഓർഡർ വന്നിട്ടുള്ള ഓർഡർ ഇവിടെ ഉണ്ടാവും. അതിൻ്റെ നമ്പർ ഇത് കണ്ടോ 033. ഇത് പറഞ്ഞാൽ നമുക്ക് സാധനം കിട്ടും. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി 033 പറഞ്ഞ് അവരിപ്പോൾ എനിക്ക് ഓർഡർ തന്നു. അത് കാണിച്ചു തരാം. അതുകൊണ്ടോ അവരിപ്പോൾ ഇത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഷോപ്പിൽ. 033 സാധനം കിട്ടി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചാൽ നമുക്ക് കളക്ട് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ ഇനി അടുത്തത് ചെയ്യാൻ പോവാം. ഞാൻ കളക്ട് ചെയ്തു, അതുകൂടെ കാണിച്ചു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കേട്ടോ ഇപ്പോൾ വന്നു. അടുത്ത ലൊക്കേഷനാണ്. ലൊക്കേഷൻ നമ്മൾ പൈസൻ്റെ ദിമ്മ തുടർന്ന് ലൊക്കേഷൻ സ്റ്റാർട്ടായി. പോകാൻ എത്ര കിലോമീറ്റർ? 8 കിലോമീറ്റർ പോകാണ്ട് 14 മിനിറ്റ്. അപ്പം നമുക്ക് പോവാം. ക്ലോസ് ചെയ്യാൻ പോണു. അപ്പോൾ ലെറ്റ്സ് ഗോ. നമ്മൾ 5 മിനിറ്റ് ഡിലേ ആണ്. പക്ഷേ കസ്റ്റമർക്ക് എത്തേണ്ട സമയം ഓൾമോസ്റ്റ് അത് കാണിക്കൂട്ടോ. ഞാൻ നോക്കട്ടെ കസ്റ്റമറിനോട് എപ്പോഴാണ് എത്ര മണിക്കൂർ സമയം വൈകിക്കണമെന്ന് കാണിക്കും. ഇത് കണ്ടോ നമുക്ക് ഡ്രോപ്പ് ഓഫ് 19 മിനിറ്റ് ഉണ്ട് നമുക്ക്. 19 മിനിറ്റ് കൊണ്ട് കസ്റ്റമർ കൈക്ക് എത്തിക്കാനാണ് നമ്മളോട് പറയണത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോവുകയാണെങ്കിൽ 14 മിനിറ്റ് മതി എന്നാണ് കാണിക്കണത്. അപ്പം പോയേക്കാം. ബാക്കി അവിടുന്ന് ഇനി ഡെലിവറി ചെയ്തിട്ട് കാണാം. നാട്ടിലത്തെ പോലെ തന്നെയാണ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടോ. അതായത് ഇടതുഭാഗത്തിന് പോകേണ്ടത്. പിന്നെ സിഗ്നലും കാര്യങ്ങളും റൗണ്ട് അബൌട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്ത് നോക്കാം. നോക്കി നോക്കി മനസ്സിലാവണ്ടോ നോക്കി നോക്കിട്ടോ. പോയോക്കാം. ഇതാണ് റൗണ്ട് അബൌട്ട്. ഇത് കേട്ടോ നമ്മൾ കയറാൻ പോവാണ്. ഞാൻ അങ്ങനെ കയറി രണ്ടാമത്തെ കാരണം ഇന്ത്യക്കാരനൊക്കെ കയറാം. അങ്ങനെ നമ്മളിവിടെ എത്തി. ഞാൻ ഡെലിവറി ചെയ്തിട്ട് ഞാൻ ക്ലോസ് ചെയ്യാൻ പോവാണ്. ഇത് കണ്ടേ ക്യാഷ് ഓൺ ഓർഡറാണ്. ഞാൻ ഇപ്പോൾ അവർക്ക് സാധനം കൊടുത്തു, അവർ പോയി. ഇതിൽ കണ്ടോ ബ്ലോക്ക് എന്താ പറയുക എല്ലാം കാണിക്കുന്നുണ്ട്, അഡ്രസ്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൽ ക്യാഷ് കാണിക്കുന്നുണ്ട്.
€19. ബാലൻസിൻ്റെ ആവശ്യമില്ല, ഓൾറെഡി നമ്മളോട് പറഞ്ഞല്ലോ, നോ ചേഞ്ച്, വേണ്ട ആവശ്യമില്ല. അപ്പം €20 അവർ തന്നു, ബാക്കി നമ്മളോട് എടുക്കാൻ. അതായത് നാട്ടിലത്തെ ഒരു €10 എക്സ്ട്രാ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടുത്തെ 60 സെൻറ്റ്, ചില സമയത്ത് €1 കിട്ടും, €3, €2 കിട്ടും. അപ്പോൾ നമുക്ക് €20 ക്യാഷായിട്ട് കിട്ടി. പരിപാടി കഴിഞ്ഞു. ഓക്കെ, €20. അതിന് ബാക്കി നമ്മളെ കൈക്കാണ്. പിന്നെ നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവാണ്. ഇതുണ്ടോ, ഞാൻ കളക്ട് ചെയ്തു ക്യാഷിൽ നിന്ന്, നമ്മൾ ക്ലോസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ സബൂജിൽ ഫസ്റ്റ് തോട്ടം കഴിഞ്ഞു. ഇനി നമുക്കില്ല, ഫസ്റ്റ് നമ്മൾ ഓടിയ ബെനിഫിറ്റ് ഉണ്ടല്ലോ, അത് വന്നു നോക്കാം. അപ്പോൾ ഇതാ വന്നു, ഇത് കണ്ട. അപ്പോൾ നമ്മളിപ്പോൾ ഓടി കറക്റ്റ് കാണാണ്ട് 4.65 നമുക്ക് കിട്ടി. ഇനി ഇവർ ടിപ്പ് ഇത് കഴിഞ്ഞിട്ടാണ് ഇടുക, ഉണ്ടെങ്കിൽ ടിപ്പ് വേറെ എക്സ്ട്രാ കുറച്ച് ഞാൻ വരും. ഇപ്പോൾ ഇട്ടിട്ടില്ല, ഇപ്പോൾ നമുക്ക് ക്യാഷ് ആയിട്ടില്ല, ചെറിയൊരു ടിപ്പാണ് വന്നിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഓർഡറിന് നമ്മളിനി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. നമ്മളിപ്പോൾ നിൽക്കുന്ന ചിലപ്പോൾ ഓർഡർ ഇല്ലെങ്കിൽ നമ്മൾ മെയിൻ ടൗണിൽ ഇനി അങ്ങോട്ട് പോവാം. ഇനി ഞാൻ തിരിച്ചങ്ങോട്ട് പോകില്ല, ഇവിടെ തന്നെ ഒരു ഓർഡർ കിട്ടിയിട്ട് വേറെ എവിടേക്കെങ്കിലും പോകാൻ പറ്റുമെന്നാണ് നോക്കാം. അപ്പോൾ ഓക്കെ, കാണാം. ഇപ്പോൾ ഇതിൽ ശ്രദ്ധിച്ചു നിങ്ങൾ, ഈ ക്യാഷിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കട്ടെ. ഇതിൽ പോകണ്ടല്ലേ കറണ്ട് ക്യാഷ് ഇപ്പോൾ വന്നത്, ഇപ്പോൾ ക്യാഷ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. മറ്റേതാണ് ഈ സീനില്ല. ഇപ്പോൾ 171 അതായത് ഇന്നിപ്പോൾ കിട്ടിയ ഈ 19 സംതിങ്ങും അതിലേക്ക് ആഡായി. ഇനി എനിക്ക് ഇതില്ല, €350 വരെ നമുക്ക് ലിമിറ്റുള്ളൂ. 171 ഇനിയത് 250 ആകുമ്പോൾ ഞാൻ കൊണ്ടുപോയി അടക്കണം. അതാണ് എൻ്റെ ഒരു കാര്യം. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അക്കൗണ്ട് ബ്ലോക്ക് ആവും. അങ്ങനെ ചെറിയൊരു ഷോർട്ട് ബ്രേക്ക്. 9:30 തുടങ്ങി, 10:30, 11:30, 12:30, 12:45 ഏകദേശം വന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇന്നത്തെ ഡേറ്റിൽ 26. പിന്നെ കുറച്ച് ടിപ്പായിട്ടും കയ്യിൽ കിട്ടിയതൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ ആകുമ്പോൾ ഒരു €30, നാട്ടിലത്തൊരു 2800 രൂപക്ക് ഓടി എന്ന് പറയാം ഇതുവരെ. അതായത് 3-3.5 മണിക്കൂറുണ്ട്. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാച്ചു, കാരണം ഞാൻ ഓടി ഇങ്ങനെ പോയിരുന്നു. അപ്പോൾ ഓരോ ടൗണിൽ നിന്ന് മറ്റൊരു ടൗണിലേക്ക്, ആ ടൗണിൽ നിന്ന് മറ്റൊരു ടൗണിലേക്ക് അങ്ങനെ ഓർഡർ കിട്ടിയേ പോവാം. ഇപ്പം ഞാൻ തിരിച്ച് എൻ്റെ നാട്ടിൽ തന്നെ കിട്ടി, എൻ്റെ റൂമിലേക്ക്, അതായത് എൻ്റെ നാട്ടിൽ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഫുഡ് കഴിച്ചിട്ട് പോകാൻ. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം. ഓക്കെ, അപ്പോൾ കണ്ടോ എവിടെയൊക്കെ ഓട്ടം ഉണ്ടെന്ന് നോക്കുമ്പോഴേ, ഞാനിപ്പോൾ നിൽക്കുന്നത് നെക്സാർ പറഞ്ഞ സ്ഥലത്താണ്. നമ്മുടെ വണ്ടി ഉള്ളത് ഇവിടെയാണ്. ഇപ്പോൾ ഇവിടെ 2 ഓർഡർ വീതം കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇവിടെ അത്യാവശ്യം തീ കത്തുണ്ട്. ഇവിടെ ഉണ്ട് 3 എണ്ണം. സ്ലീമ സെഞ്ചുറിയൻസ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയയാണത്. അവിടെ അടുപ്പ് നല്ലോണം പുകയുന്നുണ്ട്, അതാണ് പറയണത്. ഒരു എംബ്ലം അവിടെ പോയി കഴിഞ്ഞാൽ കൂടുതൽ ഓർഡർ അടിക്കുന്നതാണ് പറയണത്. അത് വെച്ചിട്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് കിലോമീറ്റർ എത്തിച്ച് അവിടെ എത്തുമ്പോഴത്തേന് ചിലപ്പോൾ വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇവിടുന്ന് ഓർഡർ ഇങ്ങോട്ട് കിട്ടും, അവിടെ ചിലപ്പോൾ ഓർഡർ ഇങ്ങോട്ട് കിട്ടും, ചിലപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കിട്ടും. അങ്ങനെയൊക്കെ പോകണം നല്ലത്. തീരെ ഓട്ടല്ലെങ്കിൽ ഇങ്ങനെയും പോവാം. ജസ്റ്റ് ഓർഡർ ചെയ്താൽ നമുക്ക് ഓർഡർ വരും. വണ്ടി ഇവിടെ നിൽക്കണ്. ഇവിടെ പോയി സാധനം നമുക്ക് പിക്ക് ചെയ്യണം. 4 മിനിറ്റ് ഉണ്ട്. ഇവിടെയാണ് എത്തിക്കേണ്ടത്, അതായത് നമ്മൾ ഇങ്ങോട്ടാണ് എത്തേണ്ടത്. പക്ഷേ അവിടെ പോയിട്ട് അവിടെ നിർത്തി ഇവിടെ എത്തിക്കണം. അപ്പോൾ വൈസ് ആപ്പ് ഓണാക്കാം. Roundabout, take the second exit. Then at the roundabout, take the third exit. Take the third exit on Tri-Q No Labor. ഡെലിവറി കിട്ടിയതപ്പോൾ ഡെലിവറി. In 400 meters, turn left. Turn right, then turn left on Tri-Q. Turn right on Tri-Q El Palma.
നീ നടന്നു പോകുമേ നീണ്ട നീണ്ട പാതകൾ. അപ്പോളേ ഉറങ്ങി എണീറ്റു. ഇന്നലെ രാത്രി എപ്പോഴാണെന്ന് വെച്ചാൽ 12 മണി ഓൾമോസ്റ്റ് എത്തി. ഏകദേശം 1 മണിയാണ് നേരത്തെ ഉറങ്ങിയത്. ഓർഡർ വൈകുന്നേരം വലിയൊരു ഓർഡറൊന്നും ഇല്ലായിരുന്നു, കാരണം നല്ല കാറ്റുണ്ടായിരുന്നു അവിടെ. പിന്നെ അതുമല്ല കാറ്റ് തന്നെ മെയിനായിട്ട്, തണുപ്പും കാറ്റൊക്കെ ആയിരുന്നു. പിന്നെ ഇടവിട്ട് വന്നിട്ടുള്ളൂ. എന്തായാലും ടാർഗറ്റ് നമ്മൾ ഓൾമോസ്റ്റ് ഞാൻ വിചാരിച്ചത് അച്ചീവ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കാണിച്ചു തരാം എത്ര നമുക്ക് ഏണിങ്സ് കിട്ടി. 1 ഡേ എടുത്തു, ഫിനാൻസ് എടുത്തു, എടുത്തു. ഇതിൽ 24-ാം തീയതി ഞാൻ ലാസ്റ്റ് ഓടിയത്. ഇതാ 99 നമ്മളെ കൈക്ക് വന്നത്, അതായത് 99 യൂറോ. 100 യൂറോൻ്റെ ഒരു 50 പൈസൻ്റെ കമ്മി, 40 പൈസൻ്റെ. പക്ഷേ എനിക്ക് ടിപ്പ് കുറേ കൈ കിട്ടിയിട്ടുണ്ട്. ആ ടിപ്പും കൂടി കൂട്ടുകയാണെങ്കിൽ എനിക്കൊരു എൻ്റെ കാഴ്ചപ്പാട് ഒരു 6-7 യൂറോ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓൾമോസ്റ്റ് 105, 106, എന്തായാലും 110ൻ്റെ ഉള്ളിലൊരു എമൗണ്ട് നമ്മൾ ഇന്നലെ അധ്വാനിച്ചുണ്ടാക്കി പേഴ്സണലി. അതിൽ നമുക്കിനി എത്ര കമ്പനിക്ക് കൊടുക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എനിക്ക് ഡെയിലി ഒരു ഫിക്സ്ഡ് എമൗണ്ടാണ്. അപ്പോൾ ഏകദേശം ഒരു 22 യൂറോ കമ്പനിക്ക് പോകും. ഒരു 106 യൂറോ കൂട്ടാം, മൈനസ് 22 യൂറോ എനിക്ക് കമ്പനിക്ക് ഇന്നലെ കൊടുക്കണം. അപ്പോൾ 84. ഈ 84 ഏകദേശം നമ്മളെ കൈക്ക് വരുന്ന എമൗണ്ടാണ്. ഇത് ഇൻറ്റു ഇപ്പോഴത്തെ ഒരു റൈറ്റ് എമൗണ്ട് നോക്കുകയാണെങ്കിൽ 97 കണ്ടുകൊണ്ട് പോകും. 8148. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ഒരു എമൗണ്ട് ഇപ്പം ഞാൻ ഇന്നലെ ഓടി ഉണ്ടാക്കിയെന്ന് പറയാം. ഇപ്പം ഇന്നലെ ഞാൻ പറഞ്ഞു ഓട്ടം വലിയൊരു സാധ്യത ഇല്ലാത്തൊരു ഓട്ടമായിരുന്നു ഇന്നലെ ഓടിയത്. നല്ല ഓട്ടം ഓടുകയാണെങ്കിൽ ഞാൻ രാവിലെ 5 മണിക്കോ അല്ലെങ്കിൽ 6 മണിക്കോ ഇറങ്ങുകയാണെങ്കിൽ എന്തായാലും 10,000 നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ലൊരു ധാരണ ഉറപ്പായിട്ടുണ്ട് എനിക്ക്. അത് എന്നും കിട്ടുമെന്നില്ല കേട്ടോ. നമ്മൾ റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇന്നലെ ഓടിയത്. ഇന്നലെ ഞാൻ ഓടിയത് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഞാനൊരു 12:30 ഉച്ചയ്ക്ക് ഒരു 12:30 ലെവലിൽ നിർത്തിയതാണ്. പിന്നെ 1:30, 2:30 ആയിക്കണ് പിന്നെ ഇറങ്ങിയപ്പോൾ. 2 മണിക്കൂർ അവിടെ പോയിക്കണ്. പിന്നെ വീട്ടിൽ കുളിക്കലും അങ്ങനെ ഇങ്ങനെ കയറ്റി 1/2 മണിക്കൂറൊക്കെ അങ്ങനെ പോയിക്കണ്. അപ്പം 3 മണിക്കൂർ, ഓൾമോസ്റ്റ് 3 മണിക്കൂർ റെസ്റ്റും കാര്യങ്ങളൊക്കെ എന്തായാലും പോയിട്ടുണ്ട്, ഉറപ്പാണ്, കൺഫേം. അതിൻ്റെ ഇടയിലാണ് നമ്മളിതൊക്കെ ഈ ഒരു അച്ചീവ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഒരു ഓർഡർ എനിക്ക് ഒരു 1/2 hour പോയിട്ടുണ്ട്. ഒരു ഓർഡർ ഞാൻ ചെന്നപ്പോൾ അവിടെ പിസ്സ ആയിട്ടില്ല, കുറേ ഓർഡർക്ക് വന്നെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഓർഡർ അതിൻ്റെ ഇടയിൽപ്പെട്ട് ഞാൻ അവിടെ ഒരു 20 മിനിറ്റ് പറഞ്ഞിട്ടുണ്ട്. അതും എനിക്ക് നഷ്ടമാണ്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ഓർഡർ അത് വെറും 5 മിനിറ്റിൻ്റെ ഓട്ടമുള്ളായിരുന്നു. 5 മിനിറ്റ് കൊണ്ടെടുത്ത് അടുത്ത ഓർഡർ അടിക്കാനുള്ള സമയമാണ് 10 മിനിറ്റ് അവിടെയും പോയത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തായാലും 100 മേലെ നല്ല 120 എന്നുള്ളൊരു പിക്ചർക്ക് ഞാൻ എന്തായാലും പോകണ്ടേ. നമ്മൾ ബുദ്ധിമുട്ടി ഓടിയാൽ കൺഫേമാണ് 120ൻ്റെ മേലെ ഉണ്ടാക്കാൻ പറ്റും. 130 ആ റേഞ്ചിക്ക് എത്തിക്കുക കൺഫേം. അതായത് രാവിലെ ഒരു 6 മണിക്ക് ഇറങ്ങിയിട്ട് നമ്മൾ റെസ്റ്റൊക്കെ എടുത്ത് രാത്രി ഒരു 11-11:30 വരെ ഓടുകയാണെങ്കിൽ തന്നെ നാട്ടിലൊരു 10,000 ഉണ്ടാക്കാമെന്നില്ല ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ട്. അത് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ സീസണും ഓഫർ സീസണും ഒക്കെ വരാണ്ട്, ഇനിയിപ്പോൾ സീസൺ തുടങ്ങാൻ പോവാണ് എന്ന് കരുതി എൻ്റെ കയ്യിലൊന്നും 10,000 വരുന്നതിൽ ചിന്താഗതി ഒന്നും വേണ്ട. അപ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്ത് നോക്കുക, മാക്സിമം ട്രൈ ചെയ്യുക, കിട്ടണത് കിട്ടും. ചിലപ്പം ഇന്ന് 10,000 കിട്ടിയാൽ നാളെ ചിലപ്പോൾ 5,000 ആവാം, കുറഞ്ഞു വരാം, അങ്ങനെ ഇങ്ങനെയൊക്കെ വരാം. എന്തായാലും ഡെലിവറി ജോബിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനാണ് ഈ പറയുന്നത്. ഇപ്പം ടാക്സിൻ്റെ കാര്യമല്ല, ടാക്സി, കാർ, ഇതും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ നമുക്ക് ലൈസൻസ് ഇതിനൊക്കെ നിർബന്ധമാണ് ഇവിടെ. അപ്പം നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഇൻ്റർനാഷണൽ ലൈസൻസ് വെച്ചിട്ട് പണ്ട് ടാക്സിയും ഓടിക്കുമായിരുന്നു. ഇപ്പോൾ ടാക്സി ലൈസൻസ് ഇല്ലാതെ ഓടിക്കാൻ പറ്റില്ല. ഇപ്പം ഫുഡ് ഡെലിവറിക്ക് മാത്രം ഇപ്പോൾ നമുക്ക് ഇൻ്റർനാഷണൽ ലൈസൻസ് വെച്ചിട്ട് തൽക്കാലം ഓടിക്കാൻ പറ്റും. അപ്പോൾ അതും ഇനി സ്ട്രിക്റ്റ് റൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് ഒരു 1 ഡേ നമുക്ക് കഴിഞ്ഞ് കടന്നു പോണത്. അപ്പോൾ ഞാൻ ഇന്നലെ നിർത്തി, ഇന്ന് രാവിലെ വീണ്ടും ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇനി ഞാനിതിൻ്റെ ഈ ആപ്പിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ചുള്ളതും അതുപോലെ റോഡ് നമുക്ക് ഈ സിഗ്നലും കാര്യങ്ങളും കുറേ ഉണ്ടല്ലോ, 1 വേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കാം. അതൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരണ്ട്. എന്തായാലും കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് വരണ്ട്. മുബഷിറാണ്. സബ്സ്ക്രൈബ് മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒപ്പം കൂടുക. പിന്നെ അതുപോലെ തന്നെ നമ്മളൊപ്പമുള്ള ആൾക്കാരല്ലേ, അതായത് നിങ്ങളാരണ ഡെലിവറി ബോയ്സ് കൊണ്ട് വരാൻ നിൽക്കണമല്ലോ, നമ്മളെ ഗ്രൂപ്പൊക്കെ ഉണ്ടാവും. അത് ഏതായിക്കോട്ടെ, ഈ യൂറോപ്പായിക്കോട്ടെ പുറത്തേക്കോട്ടെ കേട്ടെ, നിങ്ങളെന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ. നിങ്ങളതിൻ്റെ ഗ്രൂപ്പിൽ ഒന്നിട്ട് കൊടുക്കുക, അവർ കാണട്ടെ, ഇതൊന്ന് മനസ്സിലായിക്കോട്ടെ, എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. ചെറിയ കാര്യങ്ങളാവും, പക്ഷേ ജീവിതത്തിലൂടെ വരുമ്പോൾ അത് വലിയ ഇൻഫർമേഷൻ ആയിട്ട് അവർക്ക് ചിലപ്പോൾ തോന്നും, അന്ന് പറഞ്ഞുകൊണ്ടത് മനസ്സിലായി എന്ന് പറയും. അതുകൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഒപ്പം കൂടുക. അടുത്തൊരു വീഡിയോ വരാം. ബഷറാണ്. ബൈ.